ഇപ്പൊ സമയം 3:10. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അടുത്ത ആളിനെ പാട്ട് പാട്ടി ഓർക്കൊണ്ടിരിക്കുക. രണ്ടുപേരുടെ ഓർക്ക രീതികൾ, ഒരാളവിടെ ഒരാളിവിടെ. എന്നാലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. 15 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടണതാണ്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളാ ഇതൊക്കെയും ഒരു ത്രില്ലിൽ എടുക്കുന്നു. ആൾക്കാർ പറയും ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങൾക്കൊരു പണിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആഘോഷപൂർവ്വം ഏറ്റെടുത്തു. അടിപൊളിയായിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം. എൻജോയ് ചെയ്യണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളേക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ. ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാനത് വേറെ ഒന്നുകൊണ്ടല്ല. പിള്ളേർക്ക് 28 ദിവസം ആയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്താൽ മതി എന്ന് എല്ലാവരും പറഞ്ഞു, വീട്ടിലുള്ള കാരണന്മാർ. അത് കാരണമാണ് ഞങ്ങൾ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ 28 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. 28ൻ്റെ വീഡിയോ ഞാനല്ല എടുത്തത്, വേറെ ആളെടുത്തത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. പിള്ളേർ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് കിടത്തിയേക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം തട്ടണമെങ്കിൽ, തട്ടിയിട്ട് വേണം കിടത്തണമെങ്കിൽ. അപ്പം സമയമാവും. എന്നിരുന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അത് പറഞ്ഞാൽ കിട്ടാണ്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞു ഞങ്ങളുടെ ഉറക്കം പോവും. ഒരു കുഴപ്പമില്ല. ഞാൻ സാധാരണ കിടന്നുറങ്ങുന്നത് 2:30-3 മണി നേരത്താണ്. 3 മണി, 3:30, 4 മണിയൊക്കെ ആവും. പിള്ളേർക്ക് ഉറക്കമുണ്ട്. ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക. അപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റവൻ ചേച്ചിയുടെ കയ്യിലാണ്. 1 മിനിറ്റ് അവൻ്റെ മോന്ന് കാണിച്ചും കുട്ടി. ചേച്ചി തലയിൽ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയും കെട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. കണ്ണപ്പൻ ഇരിക്കുന്നുണ്ട പാല് കുടിച്ചുണ്ട്. ഒരാളെൻ്റെ കയ്യിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഒറ്റ കൈക്കിന് വീഡിയോ പിടിക്കണം. കാരണം ചെറിയ ആട്ടുണ്ട് കേട്ടോ.